അവിടെ നിന്ന് എടുക്കാം. വോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? സ്വാഭാവികമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്താ സമ്മർദ്ദം? എന്റെ പേഴ്സണലായിട്ട് എന്തോ സംഭവിച്ചു പോയി, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDF-ന് നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന നിങ്ങൾ ജനപ്രതിനിധിയായിട്ട് ജയിച്ചു വന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ UDF-നെ വോട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അത് മാറാൻ മാത്രം എന്ത് മാനസിക സമ്മർദ്ദമാണ് ആ സമയത്ത് ഉണ്ടായത്? അങ്ങനെ മാനസിക സമ്മർദ്ദത്തിന്റെ എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDF-ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോയത്. ഞാൻ രാജിവെച്ചല്ലോ, പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ മാപ്പ് പറഞ്ഞു. കാരണം എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് ഇല്ലല്ല, ഒരിക്കലും ഞാൻ ഒരു ജനത്തിനെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രലോഭനം ഇല്ലില്ല ഇപ്പോഴും ഞാൻ LDF-നല്ല. ഞാനിപ്പോ പാർട്ടി തന്നെ പുറത്താക്കി. ഞാനും ഒരു പൊതുപ്രവർത്തകനാണ് ഇപ്പോഴും. ഞാൻ ഇനിയും പൊതുപ്രവർത്തകനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ ഒളിച്ചു കൊടുക്കും. പാർട്ടിയില്ല ഇപ്പോ. ഞാൻ UDF എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ UDF-കാരനാണ്. എന്നെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. എത്രത്തോളം എങ്ങനെ മിസ്റ്റേക്ക് പറ്റാൻ കാരണം എന്താ, അങ്ങനെ പറ്റാൻ കാരണം എന്ന് പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട് ഞാൻ ഒരിക്കലും LDF-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഒരു കാര്യത്തിൽ ആ സമയത്താണ് എനിക്കെതിരെ അവിടെ മറ്റേ എന്റെ വീട്ടിലേക്ക് മാർച്ച് നടക്കുന്നു, എന്റെ കോലം കത്തിക്കുന്നു. ഞാൻ ഒരിക്കലില്ല. അതെന്ത് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാനത് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDF-ന് വോട്ട് ചെയ്യാത്ത ആളാണ്. ഇനിയിപ്പോ എന്ത് പ്രലോഭനങ്ങളിൽ ഞാൻ LDF-ന്റെ കൂടെ നിൽക്കില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, LDF-ന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും മനഃപൂർവ്വം വോട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാം. എന്താണ് സംഭവിച്ചത് സത്യത്തിൽ? എന്താണ് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പല വികാരങ്ങൾ കയറി വരും. അതിൽ ഏത് വികാരമായിരുന്നു നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയി? ഒരു വികാരത്തിന്റെ പുറത്ത് വോട്ട് ചെയ്തല്ലേ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു മക്കാമുണ്ട്. അവിടെ പോയിട്ട് ഞാൻ എന്റെ ഫാമിലി, എന്റെ ഉപ്പാനെ അടക്കം വിളിച്ചിട്ടാ പോയി. എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ ഇല്ല ആരും വിളിച്ചിട്ടില്ല. അത് ഇതിന് ശേഷമാണ് അത് വിളിച്ചു. ഞാൻ ആരുടെയും കോൾ എടുത്തിട്ടില്ല. മുസ്തഫയോട് നാളെ ഒരു ടെസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ കാത്തിരുന്ന് കാണാൻ. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ്. അതിന്റെ മുന്നേ ഞാൻ മുസ്തഫയോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിന് മുന്നേ മുസ്തഫയോട് സംസാരിച്ചിട്ടില്ല. ഇതിന് മുന്നേ ഇതൊരു ഫ്രണ്ട് ഇല്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ എന്തെങ്കിലും പ്രശ്നം, ഞാൻ ആരുടെങ്കിലും ഒരു രൂപ വാങ്ങിച്ചു അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഞാൻ ഇന്ന് വരെ ഒരാളുടെ കയ്യിലും ഒരു രൂപ ഇതിന്റെ പേരിൽ വാങ്ങിച്ചിട്ടില്ല.